ഹലോ, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഈ ചങ്ങായി രാവിലെ തന്നെ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് എങ്ങോട്ടാന്ന്? അതെ, നമ്മൾ ഇന്ന് ഷോപ്പിലേക്കുള്ള മീൻ വാങ്ങാൻ മാർക്കറ്റിൽ പോവാണ്. ഈ വെയിലും ചൂട് വെച്ച് ബാക്കി എന്തും പ്രവാസികൾക്ക് സഹിക്കാൻ പറ്റൂലേ. ഇതാണ് നമ്മൾ ഉമ്മൽക്കൂൻ മാർക്കറ്റ്. ഇവിടെ വന്ന ഇതുപോലെ കുറെ നല്ല ചിരിച്ച മുഖങ്ങൾ. മീൻ വാങ്ങിക്കലൊക്കെ 10 മിനിറ്റ് തീരും. ബാക്കിയുള്ള സമയം ഞാൻ ഇതുപോലെ ഏതെങ്കിലും പിടിയെ കുത്തിന് മീൻ കച്ചവടം കണ്ടിരിക്കും. അങ്ങനെ മീനൊക്കെ ഷോപ്പിൽ കൊടുത്തിട്ട് ഒരു കോഫി കുടിക്കാൻ ഇറങ്ങി. അപ്പൊ പിന്നെ കോഫിന്റെ കൂടെ ഒരു സാൻഡ്വിച്ച് കൂടി കഴിക്കാൻ വെച്ചിട്ട് തന്തൂരി സാൻഡ്വിച്ച് കഴിച്ചു. അപ്പോഴാണ് നമ്മൾ ആശാന്റെ വരുത്തി. ഇതാണ് നമ്മൾ ആശാൻ. അങ്ങനെ ഉച്ചക്കത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് കണ്ടിരിക്കുമ്പോഴാണ് ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുന്നത്. ഒരു സിമ്പിൾ ഡെസേർട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ കാണിച്ചു തരാം. ആദ്യം ഒരു ചെമ്പെടുത്ത് അടുപ്പിച്ച് അതിൽ കുറച്ച് പാല് ഒഴിച്ചിട്ട് അതിന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കുക. ആ പാൽ അവിടെ കിടന്ന് ചൂടാവുന്ന നേരം കൊണ്ട് ഒരു ഫ്രൈ പാനിലേക്ക് ഇതുപോലെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇതിൽ ഇളക്കി തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു കളറായി വരുമ്പോൾ ഇളക്കൽ അങ്ങോട്ട് നിർത്തുക. എന്നിട്ട് നമ്മൾ ആദ്യം വെച്ച ആ പാലിലേക്ക് ഈ പഞ്ചസാര ഉരുക്കിയതും കൂടി അങ്ങോട്ട് വയ്ക്കുക. നല്ല പുകയൊന്നുമല്ല, ആ പുകയെ നോക്കി എന്നിട്ട് ഇളക്കൽ നിർത്തണം. ഇളക്കി തുടങ്ങി അല്ലെങ്കിൽ പാലിന്റെ വയ്ക്കൂ. അത് നന്നായിട്ട് മിക്സ് ആക്കിയതിനു ശേഷം അതിലേക്ക് 2 സ്പൂൺ ചീസ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് അതിനുശേഷം 2 സ്പൂൺ കസ്റ്റേർഡ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി നന്നായിട്ട് കുറുക്കിയെടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ 2 ഗുലാബ് ജാമുൻ വെച്ച് കഴിച്ചു നോക്കിയാൽ അടിപൊളിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചക്കന്റെ വരവ് എന്താക്കി വെച്ച മറ്റേ കോലപ്പലും കൂടി. അങ്ങനെ 12 മണി വരെ ഷോപ്പ് ക്ലോസ് ചെയ്ത് റൂമിലെത്തിയിട്ട് നല്ല വിശപ്പ്. അപ്പൊ വീണ്ടും ഫുഡ് കഴിക്കാൻ പോയി. ഇതാണ് മീനിന്റെ മുട്ടയും മീൻ പൊടിയും. ഇതിങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ചോറിലേക്ക് ആദ്യം നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ഈ മീനിന്റെ പൊടി ഇങ്ങനെ വെതറിയിടുക. എന്നിട്ട് ഈ മീനിന്റെ മുട്ട എടുത്തിട്ട് ഇതുപോലെ കുഴച്ചിട്ട് ഒരൊറ്റ പിടി അങ്ങോട്ട് പിടിക്കുക. ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങുമ്പോഴേക്ക് ഇതേ ബോസ് നമുക്ക് പണി വന്നു. അപ്പൊ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമ.